ഇതാണ് ഞങ്ങൾ താമസിച്ച അയാറ ഹോട്ടൽ. ഇത് അവിടുത്തെ ടോയ്ലറ്റ് ആണ്. സ്റ്റാറുകളുടെ എണ്ണം കൂടുന്തോറും ടോയ്ലറ്റിൽ ടിഷ്യൂ പേപ്പർ ആയി. മൂന്നാം ദിനത്തിലെ ആദ്യ വിസിറ്റ് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. തോടും തെണ്ടൽ ഉണ്ണை തൊടവില്ലയാ, എന്നെ സൂടും കാതൽ ഉണ്ണை സൂടവില്ലയാ, എന്നിൽ വീഴും മഴை ഉണ്ണിൽ വീഴവില്ലയാ, എന്നിൽ ഏഴും മിന്നൽ ഉണ്ണിൽ ഏഴവില്ലയാ, മുഖത്തിற்கு കண்கள் ரெண்டு. ഇതാണ് ഈ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത ബുദ്ധന്റെ പ്രതിമ. ചുറ്റും പരിചിതമില്ലാത്ത ഒരുപാട് ദൈവങ്ങളുടെ രൂപവും കാണാം. 250 ബാത്ത് കൊടുത്ത് ഈ കിളികളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ പ്രണയ സാബല്യം ഉണ്ടാവുമെന്നാണ് ഇവരുടെ വിശ്വാസം. ക്ഷേത്രത്തിന് ചുറ്റുമായി ഒരുപാട് ശില്പങ്ങൾ വിൽക്കുന്ന കടകളും ജ്യൂസുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ജംസഫ് ഗാലറിയിലേക്കാണ് പോയത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കല്ലുകൾ എങ്ങനെയാണ് അതിന്റെ രൂപാന്തരം സംഭവിക്കുക എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഗോൾഡ്, ഡയമണ്ട് എന്നിവ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഷോറൂമും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ വിസിറ്റ് ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക്. ഒരു ഗാർഡനെ എത്രമാത്രം അമ്പരപ്പിക്കാൻ കഴിയുമെന്ന് ഇതിനകത്ത് കയറിയതിനു ശേഷമാണ് എനിക്ക് ബോധ്യമായത്. 500 ഏക്കറിലായിട്ടാണ് ഈ ഗാർഡൻ സജ്ജീകരിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ തികച്ചുണ്ടെങ്കിൽ മാത്രമേ ഈ ഗാർഡൻ പൂർണ്ണമായി കണ്ടു തീർക്കാൻ സാധിക്കൂ. ഒരുപാട് പ്രതിമകളും വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഡൈനോസസിന്റെ വെറൈറ്റി രൂപങ്ങൾ, അതും ചെറുതും വലുതുമായി പാർക്ക് ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ എല്ലാവരും ചൂടകറ്റാൻ വേണ്ടി റെസ്റ്റോറന്റിലേക്ക്.